Dear students, good morning. Today we are going to discuss about the most important aspects of photosynthesis. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഫോട്ടോസിന്തസിന്റെ വളരെ വിശദമായിട്ടുള്ള ബേസിക് സ്ട്രക്ചേഴ്സ് ആണ്. But today we are going to discuss about the actual process behind the photosynthesis. See, the photosynthesis are taking place in two important processes. One is called light independent stage, that is light reaction, and light independent stage, that is called a light independent reaction. Okay, or we can say that light reaction as well as dark reaction. See, the light reaction എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തിനാണ്? It is for the synthesis of energy. ഫോട്ടോസിന്തസിസ് നടത്താനുള്ള വളരെ പ്രധാനപ്പെട്ട എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സാണ് ലൈറ്റ് റിയാക്ഷൻ. അതുകൊണ്ട് തന്നെ ലൈറ്റ് റിയാക്ഷനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. That is cyclic photophosphorylation and non-cyclic photophosphorylation. Phosphorylation എന്ന് പറയുന്നത് എന്താണ്? It is a synthesis of energy in the form of ATP. സൈക്ലിക് എന്ന് പറഞ്ഞാൽ സൈക്ലിക് രീതിയിൽ ലൈറ്റിന്റെ സഹായത്തോടു കൂടി ATP ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറയാം. എന്നാൽ നോൺ സൈക്ലിക് എന്ന് പറഞ്ഞാലോ, they are synthesizing the ATP but non-cyclic way. അല്ലെ, സൈക്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്നതാണ് സൈക്ലിക് എന്ന് പറയാം. എന്നാൽ വന്ന സ്ഥലത്തേക്ക് ഒരിക്കലും തിരിച്ചെത്താതെ ATP ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്, അതിന്റെ പേരാണ് കേട്ടോ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. അപ്പോൾ ഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ദ സിന്തസിസ് ഓഫ് ATP. There are two types of phosphorylation in plants. They are called oxidative phosphorylation and photophosphorylation. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഭക്ഷണം വിഘടിച്ചുകൊണ്ട് എനർജി ഉണ്ടാവുന്നു. ഇപ്പൊ നിങ്ങൾ രാവിലെ കഴിച്ചിരിക്കുന്ന ഫുഡ് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ്, ദാറ്റ് ഈസ് either it may be rice based or we can be another food items. Anyway, whatever it may be, we can say that food which contain or which gives ATP. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ATP ആണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്ന് പറയാം. എന്നാൽ ലൈറ്റിന്റെ സഹായത്തോടുകൂടി എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിനെ ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ എന്ന് പറയും. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഈ പറയുന്ന എനർജി ഉൽപ്പാദിപ്പിക്കുകയാണ്, അതിന് പറയുന്ന പേരാണ് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ. അപ്പൊ ഞാൻ ഇൻ ജനറൽ രണ്ട് ഫോസ്ഫോറൈലേഷൻ ഉണ്ട്. ഒന്ന് പറയുന്നത് photophosphorylation and other one is called oxidative phosphorylation. Oxidative phosphorylation is taking place during the process of respiration, whereas photophosphorylation is taking place in the process of photosynthesis. So these are some of the important general aspects of phosphorylation. Remember, light dependent reaction എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്, ഒന്ന് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക്. ഇനി ലൈറ്റ് ഇൻഡിപെൻഡന്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേജ് ആണ് ലൈറ്റ് ഇൻഡിപെൻഡന്റ് സ്റ്റേജ്. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേജ് ഉണ്ട്, ഒന്ന് ലൈറ്റ് ഡിപെൻഡന്റ്, അനദർ വൺ ഈസ് ലൈറ്റ് ഇൻഡിപെൻഡന്റ്. ലൈറ്റ് ഡിപെൻഡന്റ് മീൻസ് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക്. ലൈറ്റ് ഇൻഡിപെൻഡന്റ് മീൻസ് the C3 cycle, C4 cycle, likewise, that we will discuss in detail. Anyway, ഞാൻ പറഞ്ഞു വന്നത് this is the basis of photosynthesis that can be discussed in the today class onwards. Okay. See, എന്താണ് ലൈറ്റ് റിയാക്ഷൻ? What is actually the light reaction? We can see the light reaction are explained by different steps. നോക്കൂ, നിങ്ങൾ ഇവിടെ കാണാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് we can say that cyclic and other one is called non-cyclic. ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്? This is actually an important process. We can say that two types of photosystem cooperate in the light dependent. രണ്ട് പ്രധാനപ്പെട്ട ഫോട്ടോ സിസ്റ്റം ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ഫോട്ടോ സിസ്റ്റം എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. This is an introductory aspects only. See, there are some photosynthetic pigment system in the thylakoid membrane of grana to perform photochemical reaction. ഇതൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലോറോപ്ലാസ്റ്റിൽ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്, ഒന്ന് ഗ്രാനയും മറ്റൊന്ന് സ്ട്രോമയുമാണ്. ഗ്രാനയിൽ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് പറയും ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് പ്രധാനമായിട്ടും ഗ്രാനയിൽ വെച്ചിട്ടാണ്. സ്ട്രോമയിൽ വെച്ചിട്ടാണ് ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ നടക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. Anyway, we are going to discuss in detail about the structure and another important aspects of light reaction. See, there are some photosynthetic pigment system in the thylakoid membrane of grana to perform photochemical reaction. ആണല്ലോ, ഫോട്ടോസിന്തസിസ് അപ്പാരറ്റസ് ആയിരിക്കുന്ന ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ ആരുണ്ട്? ഗ്രാനയുണ്ട്. ഗ്രാനക്കുള്ളിൽ തൈലക്കോയിഡ് ഉണ്ട്. തൈലക്കോയിഡിനുള്ളിൽ പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റ് ആണ് ഈ പറയുന്ന റിയാക്ഷൻ ഏറ്റവും പ്രധാനമായിട്ടും നടത്താൻ സഹായിക്കുന്നത്. There are called photosystem. അതിന്റെ പേരാണ് കേട്ടോ ഫോട്ടോസിസ്റ്റം.
അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ നടത്താൻ ഗ്രാനക്കുള്ളിലെ തൈലക്കോഡ് മെംബ്രെയിനുള്ളിൽ ഒരു പിഗ്മെന്റ് സിസ്റ്റം ഉണ്ട്. ദാറ്റ് പിഗ്മെന്റ് സിസ്റ്റം actually doing the work of the light reaction, that is called photosystem. Now the chlorophyll, the most important point, the chlorophyll in this photosystem differ in their absorptions of light. ഈ ക്ലോറോഫില്ല് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നതിന് വ്യത്യസ്തതയുണ്ട്. നമുക്കറിയാലോ, ഈ പറയുന്ന പിഗ്മെന്റ് സിസ്റ്റവും നമ്മൾ പഠിച്ച സമയത്ത് സ്പെക്ട്രം പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പലതരത്തിലുള്ള വേവ് ലെങ്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ദ പോയിന്റ് ഈസ് ദ ക്ലോറോഫിൽ ഇൻ ദി ഫോട്ടോ സിസ്റ്റം ഡിഫർ ഇൻ ദെയർ അബ്സോർപ്ഷൻസ് ഓഫ് ലൈറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോട്ടോ സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ക്ലോറോഫിൽ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിൽ എപ്പോഴും ഡിഫറൻസ് കാണാം. എങ്ങനെയൊക്കെ? ഫോട്ടോ സിസ്റ്റംസ് ആർ ഓഫ് 2 ടൈപ്പ്, 2 ടൈപ്പ് ഫോട്ടോ സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും one photo system have one wavelength and another photo system has another wavelength. For example, one photo system have 700 wavelength and another one is called 680 wavelength. So these two wavelength are very important as far as the photosynthesis is concerned. അപ്പോൾ 2 photo system ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് photo system 1, then photo system 1 and photo system 2. സി, എന്താണ് ഫോട്ടോ സിസ്റ്റം? ഇതാണ് ഈ ഫോട്ടോ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ 2 ഫോട്ടോ സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു ഫോട്ടോ സിസ്റ്റം 1ഉം മറ്റൊന്ന് ഫോട്ടോ സിസ്റ്റം 2 ആണ്. നോക്കൂ നിങ്ങൾ, ഇവിടെയാണ് ഫോട്ടോ സിസ്റ്റം ഉള്ളത്. ഇതാണ് ക്ലോറോഫിൽ മോളിക്യൂൾ, ഇത് ഗ്രാനയാണ്. ഇതൊന്നും നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ഇവിടെ ഫോട്ടോ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ആ ഫോട്ടോ സിസ്റ്റം 2 ടൈപ്പ് ഉണ്ട് പറഞ്ഞു, PS1 ആൻഡ് PS2. എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫോട്ടോ സിസ്റ്റത്തിൽ ഉള്ളത്? ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റർ കാണാം, ഇലക്ട്രോൺ ഡോണർ കാണാം, റിയാക്ഷൻ സെന്റർ ഓഫ് ക്ലോറോഫിൽ. ഇതെല്ലാം പോപ്പുലർ ആയിട്ട് കാണപ്പെടുന്ന തൈലക്കോഡ് മെംബ്രെയിന്റെ മുകളിലുള്ള ഫോട്ടോ സിസ്റ്റത്തിന്റെ പ്രത്യേകതകളാണ്. Now, a photosystem is highly organized. Highly organized ആണ്. അതിൻ്റെ ഉള്ളിൽ കുറെ ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് ഓർഗനൈസേഷന്റെ കപ്പാസിറ്റി. എന്തൊക്കെയാണ്? The assemblage of proteins, chlorophyll, accessory pigment molecule. ഇത്രയും ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ട്, ക്ലോറോഫിൽ മോളിക്യൂൾ ഉണ്ട്, ആക്സസറി പിഗ്മെന്റ്സ് മോളിക്യൂൾ. ഇത്രയും അടങ്ങിയതാണ് ഒരു ഫോട്ടോ സിസ്റ്റം. അപ്പൊ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, എ ഫോട്ടോ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് ഫോളോയിങ് 3 ആസ്പെക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇത് തെറ്റിച്ച് കൊടുക്കാം. അതുകൊണ്ട് ഓർത്ത് വെക്കേണ്ടത് പ്രോട്ടീൻ ഉണ്ട്, ക്ലോറോഫിൽ ഉണ്ട്, ആക്സസറി പിഗ്മെന്റ് മോളിക്യൂൾ ഉണ്ട്. ഇതാണ് യഥാർത്ഥത്തിലെ ഒരു ഫോട്ടോ സിസ്റ്റം. ഈ കാണുന്ന എല്ലാം ഫോട്ടോ സിസ്റ്റം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ക്ലോറോഫിൽ എ ഉണ്ട്, കരോട്ടിനോയിഡ് ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്, തൈലക്കോഡ് മെംബ്രെയിൻ ആണ് ഈ കാണുന്നത്. തൈലക്കോഡ് മെംബ്രെയിന്റെ മുകളിലാണ് ഫോട്ടോ സിസ്റ്റം ഉള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. സോ എ ഫോട്ടോ സിസ്റ്റം ഈസ് ഹൈലി ഓർഗനൈസ്ഡ് അസംബ്ലേജ് ഓഫ് പ്രോട്ടീൻ, ക്ലോറോഫിൽ ആൻഡ് ആക്സസറി പിഗ്മെന്റ്സ്. Now, a photosystem which is popularly consisting of the following aspects. An antenna, ഒരു ആന്റിന ഉണ്ടാവും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇതൊരു ഫോട്ടോ സിസ്റ്റം ആണ്. ഒരു റിയാക്ഷൻ സെന്റർ ഉണ്ടാവും. This is a reaction center and this is an antenna molecule. അപ്പൊ സാധാരണ ഒരു സിസ്റ്റം ആണ്. ആ സിസ്റ്റത്തിനുള്ളിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് റിയാക്ഷൻ സെന്റർ ഉണ്ട്, മറ്റൊന്ന് ആന്റിന പിഗ്മെന്റ്സ് ഉണ്ട്. ഓക്കെ. An antenna complex, that is light harvesting complex of hundreds of accessory pigments molecule. ഒരുപാട് ആക്സസറി പിഗ്മെന്റ്സിന്റെ മോളിക്യൂൾ അടങ്ങിയിരിക്കുന്ന ആന്റിന കോംപ്ലക്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതെല്ലാം ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നതാണ്. See, this is the light in the form of photons. A reaction center of 1 or more chlorophyll a molecule. ഒരു റിയാക്ഷൻ സെന്റർ 1 or more, അത് ഓരോ ക്ലോറോഫിൽ മോളിക്യൂളിലും സ്വാഭാവികമായിട്ടും ഒന്നിലധികം റിയാക്ഷൻ സെന്ററുകൾ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ in short we can say that a photosystem consisting of antenna complex and a reaction center. Now, what are the important function of the particular photosystem? See, light harvesting complex ആണ്. യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ലൈറ്റിനെ ഹാർവെസ്റ്റ് ചെയ്യുന്ന കോംപ്ലക്സ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. which absorb light, ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. pass its energy to a pair of specialized chlorophyll molecule within the reaction center. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, they can pass its energy to a pair of specialized chlorophyll molecule within the reaction center. Another important aspects. Then the reaction center functions എന്തൊക്കെയാണ്? pass the energy out of the photosystem. അപ്പോൾ 2 പ്രധാനപ്പെട്ട ആൾക്കാരുടെയും ഫംഗ്ഷൻ പറഞ്ഞു. ഒന്ന് ലൈറ്റിനെ ഹാർവെസ്റ്റ് ചെയ്യാല്, മറ്റൊന്ന് എനർജിയെ ഫോട്ടോ സിസ്റ്റത്തിലേക്ക് പാസ് ഔട്ട് ചെയ്യലാണ്. സോ ദീസ് ആർ ദ 2 ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് ഓഫ് ഫോട്ടോ സിസ്റ്റം. ഇവിടെ കാണാൻ നിങ്ങൾ ഫോട്ടോ സിസ്റ്റം ഒന്ന് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു, ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നു, ദ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് റിയാക്ഷൻ സെന്ററിന്റെ പ്രസൻസിൽ ഈ പറയുന്ന എനർജിയെ പാസ് ഔട്ട് ചെയ്യുന്നു. സോ ദിസ് ഇസ് ദ 2 ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് ഓഫ് ഫോട്ടോ സിസ്റ്റം. Now, ഓൾറെഡി ഞാൻ പറഞ്ഞു 2 പ്രധാനപ്പെട്ട ഫോട്ടോ സിസ്റ്റം ഉണ്ട് എന്നുള്ളത്. എന്തൊക്കെയാണത്? ഫോട്ടോ സിസ്റ്റം 1 ആൻഡ് ഫോട്ടോ സിസ്റ്റം 2. ഇവിടെ നോക്കാം. ഫോട്ടോ സിസ്റ്റം 1ന്റെ പ്രത്യേകത, അതിന് 700 നാനോമീറ്റർ ആണ് അതിന്റെ വേവ് ലെങ്ത്. ഫോട്ടോ സിസ്റ്റം 2ന്റെ വേവ് ലെങ്തോ ദാറ്റ് ഈസ് 680 ആണ്. മറന്നു പോകരുത്, PS1 എന്ന് പറയുന്നത് 700ഉം PS2 എന്ന് പറയുന്നത് 680 ആണ്. The photo system 1 was named 1 first since it was discovered before photo system 2. അപ്പോൾ ഫോട്ടോ സിസ്റ്റം 1 എന്ന് പറയാൻ പേരിടാൻ കാരണം ആദ്യമായിട്ടത്
ഫോട്ടോ സിസ്റ്റം 2 കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ കണ്ടു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഓക്കെ, അതിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിച്ചിരിക്കുന്നത് 700 നാനോമീറ്റർ ആണ്. ഇതിന് മൊത്തത്തിൽ നമ്മൾ പറയുന്നത് ETC എന്നാണ്. ETC, വാട്ട് ഈസ് ETC? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. A series of redox reaction occur. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ്റെ പേരാണ് ETC. ഒരുപാട് റിഡോക്സ് റിയാക്ഷൻ അവിടെ നടക്കാറുണ്ട്. PS1 എന്ന് പറയുന്നത് ഫോട്ടോ സിസ്റ്റം ആണ്. അപ്പോൾ P എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മൾ പിഗ്മെന്റ് ആയിട്ടും കൺസിഡർ ചെയ്യാറുണ്ട്. സോ റിമെമ്പർ വാട്ട് ഈസ് P? ദാറ്റ് ഈസ് പിഗ്മെന്റ്. PS1 photo system 1, the wavelength is 700. PS2 wavelength is 680 nanometers. So remember all these aspects as far as your examination is concerned. ഇനി ഇത് നമ്മളൊരു വിശദമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. നമുക്ക് കാണാൻ പറ്റും പലതരത്തിലുള്ള ഫോട്ടോ സിസ്റ്റം നമുക്ക് തൈലക്കോഡിൽ കാണാൻ പറ്റും. ഇതെല്ലാം ഇവിടെ കാണപ്പെടുന്നത് ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ, ഗ്രാനക്കുള്ളിൽ, തൈലക്കോഡ് മെമ്പറിന്റെ ഉള്ളിലാണ്. സോ ലോട്ട്സ് ഓഫ്, ഓർ വി ക്യാൻ സേ ദാറ്റ് മെനി ഫോട്ടോ സിസ്റ്റംസ് ഓൺ ദ തൈലക്കോഡ് മെമ്പറിൻ ക്യാൻ ബി സീൻ ഹിയർ. ഓരോന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഫോട്ടോ സിസ്റ്റം 2 ഈ കളറിൽ കാണാൻ പറ്റും. ഫോട്ടോ സിസ്റ്റം 1 ഈ കളറിലാണ് കാണുന്നത്. ATP സിന്തേസ്. അങ്ങനെ ഓരോ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ഫോട്ടോ സിസ്റ്റം 2 ഫൗണ്ട് ഇൻ തൈലക്കോഡ് മെമ്പറൈൻ ഫേസിങ് ഇൻസൈഡ് ഗ്രാന. ഗ്രാനക്ക് ഇൻസൈഡ് ആയിട്ട് ഫേസ് ചെയ്യുന്നതാണ് ഫോട്ടോ സിസ്റ്റം 2. ഫോട്ടോ സിസ്റ്റം 1 എന്ന് പറഞ്ഞാൽ ഫൗണ്ട് ഇൻ തൈലക്കോഡ് മെമ്പറൈൻ ഫേസിങ് സ്ട്രോമ. സ്ട്രോമയെ ഫേസ് ചെയ്തിട്ടാണ് ഫോട്ടോ സിസ്റ്റം 1 ഉണ്ടാവുന്നത്. ദെൻ ATP സിന്തേസ്. ATP ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ലൈറ്റ് റിയാക്ഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ATP ഉൽപ്പാദിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം. സൈറ്റോക്രോം കോംപ്ലക്സ് ഈക്വലി കോമൺ ഇൻ ബോത്ത് ടൈപ്സ് ഓഫ് മെമ്പറൈൻ. രണ്ടിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് സൈറ്റോക്രോം കോംപ്ലക്സ്. സോ ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് വിച്ച് ആർ സീൻ ഇൻ തൈലക്കോഡ് മെമ്പറൈൻ. അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫോട്ടോ സിസ്റ്റം എത്രത്തോളം ഫോട്ടോ സിസ്റ്റം ഉണ്ടോ, ഒരുപാട് ഫോട്ടോ സിസ്റ്റം വി ക്യാൻ സീ. സോ ഈച്ച് ആൻഡ് എവരി ഫോട്ടോ സിസ്റ്റം വർക്ക് ടുഗദർ ആസ് എ സിംഗിൾ യൂണിറ്റ് ആൻഡ് ദേ ക്യാൻ സിന്തസൈസ് ഡിഫറെന്റ് ATP മോളിക്യൂൾ ഫോർ ദ പ്രോസസ് ഓഫ് ഡാർക്ക് റിയാക്ഷൻ. ഡാർക്ക് റിയാക്ഷന് വേണ്ടി എത്ര മേൽ എനർജി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ അത്രയും ഈ പറയുന്ന ആള് എനർജി ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട്സ്. നൗ ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാം, വാട്ട് ഈസ് 2 പിഗ്മെന്റ് സിസ്റ്റം? പരീക്ഷയ്ക്ക് സിലബസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് 2 പിഗ്മെന്റ് സിസ്റ്റം? ഒന്നുമില്ല, 2 പിഗ്മെന്റ് സിസ്റ്റം ഉണ്ട്. ഒരു പിഗ്മെന്റ് സിസ്റ്റത്തിന്റെ പേരാണ് PS1, മറ്റൊന്നിൻ്റെ PS2 ആണ്. നമുക്കിതൊന്ന് നോക്കാം. എന്താണ് PS1? കോംപ്ലക്സ് കൺസിസ്റ്റിംഗ് ഓഫ് 200 ക്ലോറോഫിൽ, 200ഓളം ക്ലോറോഫിൽ ഉള്ള ആളാണ്. 50 carotenoid, a molecule of P700. അപ്പോൾ P700 S1 എന്ന് പറഞ്ഞാൽ P700 ആണ് നമുക്കറിയാം. അതിൽ ഏകദേശം ഇത്രയും ആൾക്കാരുണ്ടാവും. 200 ക്ലോറോഫിൽ ഉണ്ട്, 50 കരോട്ടിനോഡ് ഉണ്ട്. 1 സൈറ്റോക്രോം F, 1 പ്ലാസ്റ്റോസൈനിൻ. അതുകൂടാതെ ഒരു സൈറ്റോക്രോം F-ഉം ഒരു പ്ലാസ്റ്റോസൈനിനും ഉണ്ടാവും. സോ 2 സൈറ്റോക്രോം B, 563 FRS, ferredoxin reducing substance rich in chlorophyll A, iron and copper. PS1 control the process of producing strong reductant to reduce NADH into NADPH plus H. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആസ്പെക്ട്സ് ആണ്. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാം, എക്സ്പ്ലെയിൻ 2 പിഗ്മെന്റ് സിസ്റ്റം. പറയണം. അറ്റ്ലീസ്റ്റ് 2 പിഗ്മെന്റ് സിസ്റ്റം ഉണ്ട്. അതിലൊന്ന് PS1 ആണ്. അതിന്റെ വേവ് ലെങ്ത് 700 ആണ്. അതിൽ 200 ക്ലോറോഫിൽ ഉണ്ട്, 50 കരോട്ടിനോഡ് ഉണ്ട്, ഒരു സൈറ്റോക്രോം F ഉണ്ട്, ഒരു പ്ലാസ്റ്റോസൈനിൻ ഉണ്ട്. അതുകൂടാതെ 2 സൈറ്റോക്രോം B 563 ഉണ്ടാവാം. FRS അതുകൂടാതെ ഉണ്ട്, that is ferredoxin reducing substance, which is rich in chlorophyll A, iron and copper. ഇത്ര ആൾക്കാർ കൊണ്ട് റിച്ച് ആണിത്. PS1 control the process of producing strong reductant and reduce NADH into NADPH H2. അപ്പൊ NADH-നെ NADH2 ആക്കി മാറ്റാൻ ഇത് വളരെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്, ഓർക്കുക. Then PS2 consist of 200 chlorophyll, 200 chlorophyll മോളിക്യൂൾ കാണാം, 50 കരോട്ടിനോഡ്, a molecule of 680 ആണ് ഇതിലുള്ളത്. എ പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ Q ഉണ്ട്. Quinone, that is plastoquinone ആണ്. 4 plastoquinone equivalents, 4 manganese molecule bound to 1 or more protein, 2 cytochrome B 559, 1 cytochrome B6 and chloride. ഇത്രയും ആൾക്കാരാണ് PS2 അടങ്ങിയിരിക്കുന്നത്. ഇവിടെ കാണാം നിങ്ങൾക്ക് PS1ഉം PS2. അപ്പോൾ മനസ്സിലാക്കേണ്ടത് PS1 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോംപ്ലക്സ് സ്ട്രക്ചർ. ആൾസോ PS2 ഈസ് ആൾസോ കൺസിഡർഡ് ആസ് എ കോംപ്ലക്സ് സ്ട്രക്ചർ. സോ റിമെമ്പർ വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് വിച്ച് ആർ പ്രസന്റ് ഇൻ ദ 2 പിഗ്മെന്റ് സിസ്റ്റം പറയണം. അതിൽ ബേസിക് ആയിട്ട് PS1 700 മോളിക്യൂൾ ആണ്, നാനോ മീറ്റർ ആണ് അതിന്റെ പർട്ടിക്കുലർ വേവ് ലെങ്ത്. അതേസമയം PS2ൻ്റെത് 680 നാനോമീറ്റർ ആണ്. അതിന്റെ കൂടെയുള്ള മറ്റുള്ള ആൾക്കാരെയും കൂടി ഓർത്തു വെക്കണം. Then അതുകൂടാതെ one of the most important aspects we can say that Salisbury and Rose എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിരിക്കുന്ന ഫിസിയോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ വളരെ പോപ്പുലർ ആയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, നമ്മുടെ ലൈബ്രറിയിൽ കാണാം. Propose that grana mainly contain PS2 while stroma lamellae PS1.
അപ്പൊ ഗ്രാനയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റും PS2 ആണ്. അതേസമയം നമ്മൾ സ്ട്രോമ ലാമെല്ലയിൽ PS1 കാണാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, സോ റിമെമ്പർ